ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 35-ാം സങ്കീർത്തനം 12-ാം വാക്യം. അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത് എൻ്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു. ദാവീദ് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് എന്നാൽ മടക്കി ലഭിച്ചത് തിന്മ മാത്രം. ദയാപ്രവൃത്തികൾക്ക് പകരം തിന്മയും ആഴത്തിലുള്ള വൈകാരിക ക്ലേശവും നഷ്ടബോധവും ഉണ്ടാക്കുന്ന അനുഭവത്തെ ദാവീദ് ഈ വാക്യത്തിൽ വിവരിക്കുന്നു. പ്രതീക്ഷിക്കുന്ന നന്മയ്ക്ക് പകരം തിന്മ സ്വീകരിക്കുന്നതിൻ്റെ അനീതിയും വേദനയും ഇതെടുത്തു കാണിക്കുന്നുണ്ട്. ഈ വാക്യം ദാവീദിൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ വേരൂന്നിയതാണെങ്കിലും വിശ്വാസവഞ്ചനയുടെയും അനീതിയുടെയും സാർവത്രിക മനുഷ്യാനുഭവത്തെക്കുറിച്ച് ഈ വാക്യം സംസാരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഈ കാലഘട്ടത്തിലും നന്മയ്ക്ക് പകരം തിന്മ ലഭിക്കുന്ന അനുഭവങ്ങളാണ് നാം ചുറ്റും കാണുന്നത്. എന്നാൽ തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, തിന്മയുടെ വഴിയിൽ നന്മ പകരുവാനുള്ള കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.